Good evening, engineers. Product designing software ആയ Solidworksന്റെ ഷീറ്റ് മെറ്റൽ എൻക്ലോഷർ ഡിസൈൻ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രീവിയസ് ട്യൂട്ടോറിയലിൽ നമ്മൾ ടോപ്പ് ലെവൽ അസംബ്ലി ഡ്രോയിങ് വരെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ അസംബ്ലിയുടെ സബ് അസംബ്ലിയുടെ ഇൻഡിവിജ്വൽ പാർട്സിന്റെ ഡ്രോയിങ്ങുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഡ്രോയിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫയലിനകത്ത് നിന്ന് മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്നുള്ള അത് സെലക്ട് ചെയ്തിട്ട് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻഡോസിൽ വരിക, വിൻഡോസിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രോയിങ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ ഡ്രോയിങ് ഫയൽസിൽ ഉപയോഗിച്ചിരിക്കുന്ന അസംബ്ലി അല്ലെങ്കിൽ ഓരോ പാർട്ടുകളുടെ ഡ്രോയിങ്സുകളാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് പാർട്ടിനെ, അതായത് ഇവിടെ ഇപ്പം ബേസ് പാർട്ടുണ്ട്, ടോപ്പ് പാർട്ടുണ്ട്, നമ്മുടെ പി സി ബിയുടെ ഇതുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടിനെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ഡ്രോയിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ അസംബ്ലി എന്നുള്ള അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മുന്നിൽ ആ ഒരു പാർട്ട് ഓപ്പൺ ആയിട്ട് വരും. അത് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം നമ്മളുടെ ബേസ് പാർട്ട് ഇതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്രോയിങ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത് ചോദിക്കും ഏത് ഷീറ്റ് ആണ് വേണ്ടതെന്നുള്ളത്. ഞാനിവിടെ A4 ലാൻഡ്സ്കേപ്പ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, A4 ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് A4 ലാൻഡ്സ്കേപ്പ് സൈസിൽ നമ്മളുടെ മുന്നിൽ ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം നമ്മളുടെ പാർട്ടിന്റെ ഡ്രോയിങ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്യുക. ടോപ്പ് വ്യൂ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ടോപ്പ് വ്യൂ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം അതിന്റെ ബാക്കിയുള്ള വ്യൂസുകളെല്ലാം ഇതിനകത്തോട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എനിക്കിത് കുറച്ചൊന്ന് വലുതാക്കണമെന്നുണ്ട്. അപ്പോൾ വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ തന്നെ ഇവിടെ യൂസ് കസ്റ്റം സ്കെയിൽ എന്നുള്ള ഇത് കൊടുക്കുന്നു, അല്ലെങ്കിൽ യൂസ് ഷീറ്റ് സ്കെയിൽ കൊടുത്താലും മതി. യൂസ് കസ്റ്റം സ്കെയിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കുകയാണ്. അപ്പോൾ ഏതാണ് വലുതാക്കേണ്ടത് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതാണ് വലുതാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി അത് സെലക്ട് ചെയ്തിട്ട് യൂസ് കസ്റ്റം സ്കെയിൽ കൊടുക്കുന്നു. യു ക്യാൻ ചൂസ് ദിസ് വൺ ഓൾസോ. ഓക്കെ, സോ അത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് എന്നിട്ട് ഞാൻ ഈ പാർട്സുകളെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫയല് ടൂൾസിനകത്ത് വന്നിട്ട് ഇൻസേർട്ട് ടു ടേബിള് ബിൽ ഓഫ് മെറ്റീരിയൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഏതിന്റെ ബിൽ ഓഫ് മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ടോപ്പ് ലെവൽ ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഇവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ ഓക്കെ ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ബേസ് പാർട്ടും നമ്മളുടെ ആ ഒരു പെമ്മിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബലൂൺസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂവിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ബലൂൺസിനെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബലൂൺസുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അനോട്ടേഷനിൽ വരിക, ബലൂൺ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന്, പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ആണ്. 2. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ 2 പാർട്ടുകളും വന്നിട്ടുണ്ട്. ഈ ബേസ് പാർട്ടിനെ ഓപ്പൺ ബേസ് പാർട്ട് എന്നുള്ളതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ പാർട്ട് ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആയിട്ട് വരുന്ന പാർട്ടിന്റെ അകത്ത് പോയിട്ട് നമുക്ക് നമ്മളുടെ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ബേസ് പാർട്ട് എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ടിനെയും ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇൻഫർമേഷൻസ്, ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പുതിയതായിട്ടൊരു ഷീറ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഷീറ്റിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ പാർട്ടിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡ്രോയിങ്സിൽ വരുന്നു, മോഡൽ വ്യൂ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഏത് പാർട്ടാണോ അസംബ്ലി 3 എന്നുള്ള പാർട്ടാണ്
നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഇതിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണിക്കും ഏത് വ്യൂ ആണ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ്. മാറ്റി ഇവിടെ ഒരു പ്രിവ്യൂ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. കുറച്ച് സൈസ് കൂടിപ്പോയി എന്ന് തോന്നുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം. 1.2 എന്നുള്ളത് 1:1.5 എന്നാക്കാം. അപ്പോൾ ഈ 1:3 സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം ഇൻസേർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ കമ്പൗണ്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡയമെൻഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡയമെൻഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അനോട്ടേഷനിൽ വരുന്നു. ഡയമെൻഷൻസ് തന്നെ പല രീതിയിൽ കൊടുക്കാം. നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻസ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡിനേറ്റ് ഡയമെൻഷൻസ് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഓർഡിനേറ്റ് ഡയമെൻഷൻസ് ആണ്. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജ് മുതൽ വെർട്ടിക്കൽ ഓർഡിനേറ്റ് ഡയമെൻഷൻ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ 0 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ബാക്കിയുള്ള ഡയമെൻഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൻ്റെ തൊട്ട് ഇവിടം വരെ എത്രയുണ്ട്, ഇവിടം വരെ എത്രയുണ്ട്, ഇതെത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇതെത്രയുണ്ട്, അങ്ങനെയുള്ള ഓരോ ഡയമെൻഷൻസുകളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഇത് ഓവർലേ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡയമെൻഷൻസ് 0 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ വരെയുള്ളത് ഇനി ഇവിടെ കൊടുക്കുന്നു. ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ലൈൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻട്രൽ ലൈനെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് സെൻട്രൽ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതിയാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഹോൾസിനെ എല്ലാം മെൻഷൻ ചെയ്യണം. ഹോൾസിനെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ സ്മാർട്ട് ഡയമെൻഷൻസിൽ മെൻഷൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡിനേറ്റ് ഡയമെൻഷൻസിൽ മെൻഷൻ ചെയ്യാം. അതും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ
ഹോൾ കോൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹോൾ കോൾ ഔട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഹോൾ കോൾ ഔട്ട് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻസുകളെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോമിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഓരോ പാർട്സിന്റെയും ഡയമെൻഷൻസുകൾ മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ടോപ്പ് പാർട്ടിന്റെയും ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് എനിക്കതൊരു പ്രയോജനമായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. തീർച്ചയായും ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.